ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് നിസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കാത്തിരിക്കാം. ആ കാത്തിരിക്കുന്ന ഓരോ സെക്കൻഡിലും നിസ്കാരത്തിലായ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. കാരണം അവൻ അവിടെ കാത്തിരിക്കുന്നതിനാണ് നിസ്കാരത്തിലാണ് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. നിസ്കാരം മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ആ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡിലും അവൻ നിസ്കാരത്തിലായിരിക്കുന്ന പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. അതുമാത്രമല്ല, വൽ മലായികതു യുസല്ലൂന അലാ അഹദികും, നിങ്ങളുടെ മലക്കുകൾ ദുആ ചെയ്യും. മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലா ഫീഹി, നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. യഖൂലൂൻ, ആ മലക്കുകൾ പറയും, അല്ലാഹുമ്മ റഹ്മഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ തുബ് അലൈഹി. മൂന്ന് ദുആ. അല്ലാഹുവേ അവന് നീ റഹ്മത്ത് ചെയ്യ്. മലക്കുകൾ ദുആ. നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം മലക്കുകൾ ദുആ ചെയ്യും. അല്ലാഹുവേ നീ അവന് റഹ്മത്ത് ചെയ്യ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹു നീ അവന്റെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും, മഗ്ഫിറത്ത് കൊടുക്കും. അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹു നീ അവന്റെ തൗബ സ്വീകരിക്കും. ഈ ദുആ മലക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കും നിസ്കാരം അതേ സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം. മാലം യുഗ്രി ഫീഹി മാലം യുഹ്ദിസ് ഫീഹി, രണ്ട് നിബന്ധനകളാണ് റസൂൽ പറഞ്ഞത്. ഒരാൾ നിസ്കാരം അതേ സ്ഥലത്തിരിക്കുന്നു, മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാതെ, മറ്റൊരാൾ വേദനിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, അത് വാക്കുകൊണ്ടായാലും പ്രവർത്തനം കൊണ്ടായാലും മറ്റൊരാൾ പ്രയാസപ്പെടുത്താതെ ഒരാൾ അതേ സ്ഥലത്തിരിക്കുമ്പോൾ മലക്കുകളുടെ ഈ ദുആ അവരുണ്ടാവും. അതുപോലെ തന്നെ വുദൂ നഷ്ടപ്പെടാതെ, വുദൂ